ആരൊക്കെയാ ഈ ചത്തുപോയവര്? 150 വർഷങ്ങൾക്ക് മുമ്പാ. അന്ന് ഇവിടെ മൂപ്പ് ഭരിച്ചിരുന്ന പ്രതാപശാലിയായ ഒരു കാർന്നവരുണ്ടായിരുന്നു. ആ കാർന്നവര് തഞ്ചാവൂരിൽ നിന്നങ്ങണ്ട ഒരു നൃത്തക്കാരിയെ മേഡമെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു. നാഗവല്ലി എന്നായിരുന്നു ആ തമിഴത്തിയുടെ പേര്. മന്ത്രവിധി പ്രകാരം ചിത്രപ്പൂട്ടിട്ട് പൂട്ടിയിരിക്കുന്ന മുറികളാണ് അവിടെ. ദുർമരണങ്ങള് പലത് നടന്ന തറവാടാ. ഇനി ഇപ്പൊ കുറെ നാള് നാട്ടിൽ തന്നെ താമസിക്കാനാ പരിപാടി. ഞങ്ങൾ മാടമ്പള്ളി താമസിച്ചോ. മാടമ്പള്ളി? എന്തായാലും എനിക്ക് ആ മുറി ഒന്ന് തുറന്നു കാണണം. യാരത്? ഞാൻ ശങ്കരൻ തമ്പി. ഇതെന്റെ ഫ്രണ്ടാ. ഞാൻ അന്ന് പറഞ്ഞ ഡോക്ടർ, സൈക്കാട്രിസ്റ്റാ. അല്ലിയെ കൊല്ലാൻ ശ്രമിക്കുന്ന, ഗംഗയുടെ സാരിക്ക് തീ പിടിപ്പിക്കുന്ന മാടമ്പള്ളിയിലെ മാനസിക രോഗി. ഞങ്ങൾ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് എനിക്കറിയോ? നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവിയല്ല. പറഞ്ഞാൽ താൻ വിശ്വസിക്കുവോ? ഇവിടെ അകാലമൃത്യു വരെ ഉണ്ടാവാം എന്നൊരവസ്ഥയാ. പിന്നെ ആലപ്പാറ പോറ്റിമാര് വന്ന് 61 ദിവസം അടുത്ത മുറിയിലെങ്ങാണ് മാന്ത്രിക ക്രിയകളൊക്കെ നടത്തിയിട്ടാ തമിഴത്തിയുടെ ആത്മാവിനെ ആ തെക്കിനി ബന്ധിച്ചത്. തെക്കിനിയിലെ തമിഴത്തിയെ ഞങ്ങൾ നേരി കണ്ടടോ. ഞാനും ഗംഗ ഇവിടുന്ന് മാറുന്ന പ്രശ്നമില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും. സൈക്കോസിന്റെ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട്. പക്ഷെ ഇത്ര ഭയാനകമായ ഒരു പ്രശ്നം ഇതാദ്യ. ഗംഗ ഇപ്പൊ പോണ്ട. സരസസുന്ദരീ മണി നീ അലസമായി ഉറങ്ങിയോ, കനവു നെയ്തൊരാത്മരാഗം മിഴികളിൽ പൊലിഞ്ഞുവോ. ഒരു മുறை വന്ന് പാരായോ പാസലേ നടി വാരായോ.